ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്കാണ് കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. ലഹരി കടത്താണ് ആരോപണം. അത് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പല വിധത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലൊക്കെ അവിടുത്തെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരം ഒരു പ്രവൃത്തി ആസന്നമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്ക് ഈ വിധത്തിൽ കടന്നു കയറി ഇത്തരമൊരു നടപടിയിലേക്ക് ട്രംപ് തിരിഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കുന്ന ആപത്കരമായ സന്ദേശമാണ്. അത് ലോകത്തെ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ട്രംപ് പലതരത്തിൽ ഉള്ള ഇടപെടലുകൾ ലോകത്തെ അതിശയിപ്പിക്കും വിധം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇതെന്നാണോ കരുതുന്നത്? ഏറ്റവും ഒടുവിലത്തേതുമല്ല, ഏറ്റവും ആദ്യത്തേതുമല്ല. ഇതൊരു സീരീസിൻ്റെ ഭാഗമാണ് രേണുക. അതായത് അമേരിക്കൻ പ്രസിഡൻ്റായി ട്രംപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ വരുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഡൊണാൾഡ് ട്രംപിനെ ലോകം വിലയിരുത്തുന്നത്. അദ്ദേഹം ഒരു കാര്യത്തിന് വില പറഞ്ഞു വയ്ക്കും, അല്ലെങ്കിൽ കച്ചവട സാധ്യത ഉണ്ടോ എന്ന് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ കാര്യം പറഞ്ഞു വയ്ക്കും. അങ്ങനെ പറഞ്ഞു വെച്ചതിൽ ഒന്ന് ഗ്രീൻലൻഡാണ്. ഗ്രീൻലൻഡ് തങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. ആരോടും ആയിട്ടല്ല, പൊതുവെ പറഞ്ഞു വെച്ചു. കാനഡയോട് പറഞ്ഞു വെച്ചു, ഞങ്ങൾ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. പാനമയോട് പറഞ്ഞു വെച്ചു, ഞങ്ങളാണ് കനാൽ പണിതത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്മേൽ നിയന്ത്രണം വേണം, ഞങ്ങളതങ്ങ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതാ വെനിസ്വേലയോട് പറയുക മാത്രമല്ല, തങ്ങളിതാ എടുത്തിരിക്കുന്നു എന്ന് ലോകത്തോട് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതിശാസ്ത്രമാണിത്. ഡൊണാൾഡ് ട്രംപിൻ്റെ മാത്രം രീതിശാസ്ത്രമാണ് എന്ന് പറയാൻ ആവില്ല. ഈ ഡിബേറ്റിൻ്റെ തന്നെ തലക്കെട്ട് യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈൻ മുതൽ മദുറോ വരെ എന്നതാണല്ലോ. ഇതൊരു വലിയ ഒരു സാഗ ആയി പരന്ന് കിടക്കുകയാണ്. സദ്ദാം ഹുസൈന് മുൻപും ഭരണമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധം അവസാനിച്ച 1945 ഈ നിമിഷം മദുറോയെ പുറത്താക്കിയത് വരെയുള്ള മേജർ ടേക്ക് ഓവേഴ്സ് അല്ലെങ്കിൽ ഭരണമാറ്റങ്ങൾ ഏതാണ്ട് 33ഓളം ഇടങ്ങളിലാണ് അമേരിക്ക എൻജിനീയർഡ് ഭരണമാറ്റം. അത് ചെറുതും വലുതുമായ 1000-ൽ പരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ മേജർ 33 ഇടങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഡിഫാക്ടോ ഭരണമാറ്റം ഉണ്ടായത്. അതിനർത്ഥം എന്താണ്? ഇവിടെ ഏകധ്രുവ സംവിധാനം ഉണ്ട് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. നമുക്കറിയാം, ഒരു ശീതയുദ്ധത്തിന് ശേഷം ഒരു ഏകധ്രുവ സംവിധാനത്തിലേക്ക് ലോകം പോയി. പിന്നീട് വലിയ ശക്തികളായ ചൈനയും ഇന്ത്യയും ഒക്കെ കടന്നു വരുമ്പോൾ ഒരു മൾട്ടി പോളാർ ഫോർമേഷനാണ്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങളാണ് ഏകശക്തി, ഞങ്ങൾക്ക് ലോകത്തെ എല്ലാം ഉദ്ധരിക്കാനുള്ള ചുമതലയുണ്ട്. മുൻകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്ന വൈറ്റ് മാൻസ് ബർഡൻ, കൊളോണിയലിസത്തിന് ന്യായീകരണമായ വെള്ളക്കാരൻ്റെ ചുമതലയാണ്, ബർഡനാണ് ലോകത്തെ എല്ലാം വിദ്യാഭ്യാസവൽക്കരിക്കുക, സാമൂഹികവൽക്കരിക്കുക, വലിയ സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരിക എന്നത് സമാനമായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ പറയുന്നു, ലോകത്തെ ജനങ്ങളുടെ എല്ലാം ഇറാൻ്റെ ജനതയുടെ മോചനത്തിന് ഞങ്ങളിതാ തയ്യാർ. വെനിസ്വേലൻ ജനത അവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിക്കുന്നു. മദുറോയുടെ മർദ്ദക ഭരണം നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കവർന്നെടുക്കുന്നു. ഞങ്ങളിതാ തയ്യാറാണ് വന്ന് രക്ഷിക്കാൻ. ആ ജനം വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവ് കൊടുത്തുകൊണ്ട് നാർക്കോ ടെററിസം എന്ന ഒരു തൊടു ന്യായം പറഞ്ഞുകൊണ്ട് അമേരിക്ക വെനിസ്വേല എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുക മാത്രമല്ല, അതിൻ്റെ പ്രഥമ പൗരനെ, പ്രസിഡന്റിനെയും പത്നിയെയും തടവിലാക്കി, വെറുതെ തടവിലാക്കുകയല്ല, റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. അതിന് സർവ്വസൈന്യ 15,000-ഓളം പട്ടാളക്കാർ, മെറീനുകൾ അല്ലെങ്കിൽ കമാൻഡോ ഫോഴ്സസ് വരികയാണ്. വലിയ കപ്പൽ വ്യൂഹം, അതുപോലെ 100കണക്കിന് ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ എന്ന് വേണ്ട വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ ഈ പറയുന്ന കടലിടുക്കിൽ, കരീബിയൻ കടലിടുക്കിൽ നിലയുറപ്പിച്ചുകൊണ്ട് ചെറിയൊരു രാജ്യം, എണ്ണ സമ്പന്നമായ ചെറിയ രാജ്യം, അവിടെ ഊന്നിപ്പറയേണ്ടത് എണ്ണ തന്നെയാണ്. ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധ പായിക്കുകയാണ്. നോക്കൂ, ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ്സ് ഉള്ള രാജ്യം വെനിസ്വേല തന്നെയാണ്. ലോകത്തിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ 17 മുതൽ 18% വരെ നിക്ഷേപമുണ്ട്. പക്ഷേ ആ ക്രൂഡ് ഓയിൽ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു സമ്പുഷ്ടീകരിച്ച് പെട്രോളും ഡീസലും ഒക്കെ ആക്കി എടുക്കാൻ തക്ക സാങ്കേതിക വിദ്യ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യാൻ വെനിസ്വേല പോലെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ അമേരിക്കൻ കമ്പനികൾ 1976 വരെ ഈ ഡ്രില്ലിംഗ് എല്ലാം നടത്തിയിരുന്നത് അമേരിക്കൻ കമ്പനികളാണ്. ദേശസാൽക്കരണം നടന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ ബഹുരാഷ്ട്ര
കുത്തകകൾക്ക് അവിടുന്ന് വിട്ടു പോകേണ്ടി വന്നത്. അതുമാത്രമല്ല, ഹ്യൂഗോ ഷാവേസിൻ്റെ കാലഘട്ടത്തിൽ 1999 മുതൽ അതിശക്തമായ അമേരിക്ക വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു ക്രമമാണ്, രാഷ്ട്രീയ സാമൂഹിക ക്രമമാണ് അവിടെ ഉണ്ടായത്. കൊളോണിയലിസത്തിനെതിരെ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾക്കെതിരെ, പ്രത്യേകിച്ച് അമേരിക്ക എന്ന് വായിക്കണം, അധിനിവേശ ശക്തികൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ നിക്കോളാസ് മഡൂറോയും അതിനു മുൻപ് ഹ്യൂഗോ ഷാവേസും എല്ലാം നയിച്ച പോരാട്ടങ്ങൾ അമേരിക്കയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അതാണ് അതിൻ്റെ ചരിത്രം. അതുകൊണ്ട് ട്രംപ് എന്ന് പറയുന്നത് തൻ്റെ മുൻഗാമിയായ ജോർജ് ബുഷ് മാനുവൽ നോറിയേഗയെ പുറത്താക്കാൻ ഉപയോഗിച്ച അതേ മാർഗം, അത് പാനമയിലാണ്. ഏതാണ്ട് സമാനമായ മാർഗത്തിൽ അതിനേക്കാൾ ദ്രുതഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തന്നെ ക്ലെയിം അനുസരിച്ച് കേവലം 30 മിനിറ്റിനുള്ളിൽ തന്നെ അവരുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? ലോകത്തേത് രാജ്യത്തും സമാനമായ രീതിയിൽ ദുർബലരായ ഭരണകൂടങ്ങൾ ഉണ്ടെങ്കിൽ, അവിടെ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ, ലോകത്ത് എവിടെയും സമാനമായ ആക്രമണങ്ങൾ നടത്താനുള്ള ലൈസൻസ് തങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ലൈസൻസിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഇവരെ അമേരിക്കൻ നിയമ വ്യവസ്ഥയ്ക്കുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ വിചാരണ ചെയ്ത് നിങ്ങളെ കൽത്തുറങ്കിലടക്കം വേണ്ടി വന്നാൽ സദ്ദാം ഹുസൈൻ ചെയ്തതുപോലെ വിചാരണ ചെയ്ത് ഞങ്ങൾ ആരോപിക്കും. ജൈവായുധങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യിൽ രാസായുധങ്ങളുണ്ട്, വേണ്ടി വന്നാൽ അണുവായുധങ്ങളും ഉണ്ടാകും. ആരോപിച്ചതിന് ശേഷം ഞങ്ങൾ തെളിവുണ്ടാക്കി നിങ്ങളെ വധിക്കും. അതിനുശേഷം ഒരുപക്ഷെ തെളിവുകൾ കണ്ടെത്താനായില്ല എങ്കിൽ പിന്നീട് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. ഈ ഒരു രീതിശാസ്ത്രം ട്രംപ് തുടരാനാണെങ്കിൽ ലോകത്തിലെ പ്രമുഖരായ ചില രാജ്യങ്ങളെങ്കിലും, ചൈനയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. ഭയപ്പാട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശ്രീ